ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലബോറട്ടറി മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ലബോറട്ടറി പ്രൊഫഷണൽ, റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ലബോറട്ടറി. ഒന്നാമത്തെ ടോപ്പിക് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എ ലബോറട്ടറി പ്രൊഫഷണൽ ആണ്. അതായത് ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എന്തൊക്കെ എത്തിക്സ് ലാബിൽ ഫോളോ ചെയ്യണം, എന്തൊക്കെ എത്തിക്സ് അയാൾക്ക് ഉണ്ടായിരിക്കണം, അതാണ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എ ലബോറട്ടറി പ്രൊഫഷണൽ. എ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി അവെയർ ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ് വിച്ച് ഈസ് മിനിമം സ്റ്റാൻഡേർഡ് അബൌട്ട് ഹിസ് പ്രൊഫഷണൽ സ്കിൽ. നല്ലൊരു പ്രൊഫഷണൽ സ്കില്ല് വേണമെങ്കിൽ, പ്രൊഫഷണൽ ആണെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ലബോറട്ടറി അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡു ആൻഡ് ഡോൺട്സ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നൊരു അറിവാണ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ലബോറട്ടറി. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്ട്. കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടും ആളുകളായിട്ടും പേഷ്യൻസ് ആയിട്ടും റെസ്പെക്റ്റോട് കൂടിയും കെയറോട് കൂടിയും വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തെ എത്തിക്സ്, എല്ലാ പ്രൊഫഷണലും ഉള്ള പോലെ. രണ്ടാമത്തെ, പെർഫോം ഡ്യൂട്ടീസ് ഇൻ എൻ അക്യുറേറ്റ്, പ്രിസൈസ്, ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. ലാബിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ഡ്യൂട്ടി ആയാലും അത് കൃത്യമായും സമയത്തിനോടനുബന്ധമായും റെസ്പോൺസിബിൾ ആയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സേഫ് ഗാർഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ ലോ. ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയി വെക്കണം. അത് എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. പ്രിഡന്റ് യൂസ് ഓഫ് ലബോറട്ടറി യൂസസ്. ലബോറട്ടറിയിലത്തെ റിസോഴ്സസ് നമ്മൾ നന്നായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അഡ്വക്കേറ്റ് ദ ഡെലിവറി ഓഫ് ക്വാളിറ്റി ലബോറട്ടറി സർവീസസ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിൽ ആളുകൾക്ക് ചെയ്തു കൊടുക്കണം. ഒരു കോസ്റ്റ് എഫക്റ്റീവ് മാറ്ററിൽ സിൻസിയർ ആയിട്ട് വേണം നമ്മളൊരു ടെസ്റ്റ് ലാബിൽ നിന്ന് ആളുകൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. കൂടുതൽ കാശും വാങ്ങരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇന്ത്യൻ പീനൽ കോഡിലുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂൾസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. സ്ട്രൈവ് ടു ഇംപ്രൂവ് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് നോളജ്. പ്രൊഫഷണൽ സ്കിൽസും നോളജും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഫസ്റ്റ് പോയപ്പോൾ അറിവല്ല, അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈ ലബോറട്ടറി ലോസിലുള്ള മാറ്റത്തിലും റിയേജൻസിലുള്ള മാറ്റത്തിലും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതാണ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ലബോറട്ടറി പ്രൊഫഷണലിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ലബോറട്ടറി. എ ലബോറട്ടറി മസ്റ്റ് മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഷ്യൻസ്, ഫിസിഷ്യൻസ്, നഴ്സിംഗ് സ്റ്റാഫ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എക്സെട്ര. ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഡോക്ടറുടെ സജഷൻസ് വേണം, പേഷ്യൻസ് ഉണ്ടായിരിക്കും, നേഴ്സസ് ഉണ്ടായിരിക്കും, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരോടൊക്കെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. A trained laboratory technologist must know the following aspects of communication. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണത്? സ്പീക്ക് ടു ദ പേഷ്യന്റ് ക്ലിയർലി വിത്ത് പ്ലീസിംഗ് മാനേഴ്സ് സോ ദാറ്റ് ഹിസ് കോൺഫിഡൻസ് ടുവാർഡ്സ് ദ ടെക്നീഷ്യൻ ഇൻക്രീസസ്. നമ്മളിപ്പോ നമ്മുടെ ലാബിലേക്ക് ഒരാൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്, അപ്പൊ നമ്മൾ അവരോട് വളരെ പ്ലീസിംഗ് മാനറിൽ നല്ല രീതിയിൽ വേണം സംസാരിക്കാൻ. ക്ലിയർ ആയിട്ട് സംസാരിക്കണം. അവരുടെ കാര്യങ്ങളും ആവശ്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മളിലുള്ള അവരുടെ വിശ്വാസം ഉയർത്താൻ സഹായിക്കും. രണ്ടാമത്തെ, കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് നോളജ് ടു ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ്. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി, ഈ ടെസ്റ്റ് അവർ കൊണ്ടേ കാണിക്കാറ് ടെസ്റ്റിന്റെ റിസൾട്ടിനെ അവർ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറെ ആയിരിക്കും. ആ ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടെസ്റ്റ് ചെയ്തത്, ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവാം, അതിന്റെ ഇൻഫറൻസ് ഇങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിസിഷ്യൻസ് ഓൺ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലാബ് ടെസ്റ്റ്, ലാബ് റിക്വസ്റ്റ് ആൻഡ് ലബോറട്ടറി റിസൾട്ട്. അവരുടെ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ലാബ് റിസൾട്ട്
ലാബ് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ ലാബിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻ ടു ബി ഒബ്സർവ്ഡ് വിത്ത് കോവർക്കേഴ്സ്. നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഉണ്ടാക്കി എടുക്കുക. അത് നല്ലൊരു ലബോറട്ടറി എൻവയോൺമെന്റ് നമുക്ക് തരാൻ കാരണമാവും. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഓർഗനൈസേഷൻ ഓഫ് എ ലബോറട്ടറി. ഒരു ലബോറട്ടറിയുടെ ഓർഗനൈസേഷൻ. ഓൺലി എ വെൽ ഡിസൈൻഡ് ലബോറട്ടറി ക്യാൻ പ്രൊവൈഡ് റിലയബിൾ ആൻഡ് ടൈംലി റിസൾട്ട്സ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ്. ഒരു നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ലബോറട്ടറിക്ക് മാത്രമേ വളരെ കൃത്യമായ സമയത്തും റിസൾട്ട്, ഒരു ഡിസീസിന്റെ ഡയഗ്നോസിസ് കൊടുക്കാൻ പറ്റുള്ളൂ. ദ ലബോറട്ടറി ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ്. ഒരു ലബോറട്ടറി പ്രോപ്പർലി പ്ലാൻഡ് ആയിരിക്കണം. The laboratory should be properly planned so that it will be functional and convenient. Properly plan ചെയ്തു വെച്ചാൽ, എന്ത് കാര്യം പ്ലാൻ ചെയ്തു വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പൊ ഒരു ലാബിലാണെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് റിയേജൻസും അപ്പാരറ്റസും ഒക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് അത് ചെയ്തെടുക്കാനായി പറ്റും. Okay, the laboratory should have adequate space, ventilation, light, power supply, water supply, workbenches, reagents, equipment and laboratory personnel. ഇത് മനസ്സിലായില്ലേ? ഒരു ലബോറട്ടറിയിൽ ആവശ്യത്തിന് സ്ഥലം വേണം, ജനലുകൾ വേണം, ലൈറ്റ് വേണം, പവർ സപ്ലൈ ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ സപ്ലൈ വേണം, വർക്ക് ചെയ്യാനുള്ള ബെഞ്ചസ് വേണം, റിയേജൻസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, ലബോറട്ടറി പേഴ്സണൽസ് ആളുകൾ വേണം. ഓക്കെ, an accessible space adequate for setting a desired laboratory is identified. Good ventilated laboratory has reduced risk of infection. നമ്മൾ ഓരോ അസുഖങ്ങളാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാബില്, അതിന്റെ ഓരോ സ്പെസിമെൻ വെച്ചിട്ട്. ഇപ്പോ എന്താ പറയാ, ബ്ലഡ് ആയിരിക്കാം, അങ്ങനെ എന്ത് സ്പെസിമെനും ആയിരിക്കാം. അപ്പൊ ആ ലബോറട്ടറി ഗുഡ് വെന്റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്കും അസുഖം വരാനുള്ള സാധ്യത ഉണ്ട്. സോ നല്ലൊരു വെന്റിലേഷൻ ഒരു ലാബിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ലബോറട്ടറി ഷുഡ് ഹാവ് അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ. ലബോറട്ടറിയിൽ പവർ സപ്ലൈ നിർത്തരുത്, ഇന്ററപ്റ്റഡ് അല്ലാത്ത പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. ഗുഡ് ലൈറ്റിംഗ് സിസ്റ്റം, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം, നല്ല വെളിച്ചത്തിനുള്ള എല്ലാ സിറ്റുവേഷൻസും ഉണ്ടായിരിക്കണം. ഗുഡ് സപ്ലൈ ഓഫ് റണ്ണിംഗ് വാട്ടർ ആൻഡ് വാട്ടർ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് എസെൻഷ്യൽ ഇൻ എ ലബോറട്ടറി. ഓക്കെ, അപ്പൊ വെള്ളം, റണ്ണിംഗ് വാട്ടർ ഉണ്ടായിരിക്കണം, ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത വെള്ളമൊക്കെ ഒഴുകി പോകാൻ നല്ലൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. വർക്ക് ബെഞ്ചസ് ഷുഡ് ബി മെയ്ഡ് അറ്റ് സ്യൂട്ടബിൾ ഹൈറ്റ്സ് വിത്ത് ഇനഫ് ലെഗ് സ്പേസ്. നന്നായി ഇരിക്കാൻ കഴിയുന്ന ആവശ്യത്തിനുള്ള ഹൈറ്റിലുള്ള ബെഞ്ചസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സർഫസ് പോളിഷ്ഡ് സിമെന്റ് ബെഞ്ചസ് ഓർ വുഡൻ ബെഞ്ചസ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് മരത്തിന്റെ ബെഞ്ചസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിമെന്റ് ബെഞ്ചസ് ആണെങ്കിലും യൂസ് ചെയ്യാം. വുഡൻ ബെഞ്ചസ് ആർ ആസിഡ് പ്രൂഫ്ഡ്. നല്ല വാഷ്ഡ് ആയിരിക്കണം വുഡൻ ബെഞ്ചസ് ആസിഡ് കൊണ്ട്. ബേസിക് ലബോറട്ടറി എക്യുപ്മെന്റ്, ഗ്ലാസ് വെയർ, റിയേജന്റ് ഷുഡ് ബി മെയ്ഡ് പർച്ചേസ്ഡ് ഫ്രം റെപ്യൂട്ടഡ് സപ്ലയേഴ്സ്. നമ്മൾ ലാബിലേക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പൊ എക്യുപ്മെന്റ്സ് ആയാലും റിയേജൻസ് ആയാലും ഗ്ലാസ് വെയേഴ്സ് ആയാലും ഒക്കെ വാങ്ങിക്കേണ്ടത് റെപ്യൂട്ടഡ് അല്ലാത്തവരിന്ന് വാങ്ങിക്കരുത്. വെൽ ട്രെയിൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ് ഈസ് ബാക്ക് ബോൺ ഓഫ് ലബോറട്ടറി. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയ സ്റ്റാഫ് ഒരു ലബോറട്ടറിയുടെ നട്ടലാണ്. സോ അങ്ങനത്തെ സ്റ്റാഫ്സിന് ആവശ്യമാണ്. ദ ക്വാളിറ്റി ഓഫ് ദ റിസൾട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക്മാൻഷിപ്പ്. ആരാണോ നോക്കുന്നത് അനുസരിച്ചിരിക്കും ആ റിസൾട്ടിന്റെ ക്വാളിറ്റി. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്താൽ മാത്രമാണ് അതിന്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടുക. എ ലബോറട്ടറി ഷുഡ് ഹാവ് സ്റ്റാഫ് പാറ്റേൺ ഇൻക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേറ്റർ, ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻസ് ആൻഡ് ലബോറട്ടറി അസിസ്റ്റൻസ് ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫംഗ്ഷനിങ്. ഒരു ലബോറട്ടറി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ ആരൊക്കെ വേണം? അഡ്മിനിസ്ട്രേറ്റർ വേണം, ലബോറട്ടറി ടെക്നോളജിസ്റ്റ് വേണം, ടെക്നീഷ്യൻസ് വേണം, ലബോറട്ടറി അസിസ്റ്റൻസ് വേണം. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് കമ്പോണൻസ് ഓഫ് എ ലബോറട്ടറി. ലബോറട്ടറിയിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉണ്ടാവുക? ദ കമ്പോണൻസ് ഓഫ് എ ക്ലിനിക്കൽ ലബോറട്ടറി ഇൻക്ലൂഡ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഹീമറ്റോളജി, ബ്ലഡ് ആയി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്. ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കും. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് റിസപ്ഷൻ ഏരിയ, റൂം ഫോർ സ്പെസിമെൻ കളക്ഷൻ, റിഫ്രഷ്മെന്റ് റൂം ആൻഡ് ടോയ്ലറ്റ്സ്. അതുപോലെ റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. നമ്മൾ ലാബിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം, റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, റെസ്റ്റ് റൂം ഉണ്ടാവും, സാമ്പിൾ കളക്ഷൻ ഒരു റൂം ഉണ്ടാവും, റിഫ്രഷ്മെന്റിന് ഒരു റൂം ഉണ്ടാവും, ടോയ്ലറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്ലാനാ കാണിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയുടെ റൂമാണ്. ഇത് റിസപ്ഷൻ ഏരിയ, ഇത് പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ, ഇത് പേഷ്യൻസ് ടോയ്ലറ്റ്, ഇത് സാമ്പിൾ കളക്ഷൻ റൂം, സാമ്പിൾ പ്രോസസിംഗ് ഏരിയ, റിഫ്രഷ്മെന്റ് റൂം, ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ ഹീമറ്റോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി. ഈ റൂംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ ഒരു പ്ലാനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ലേ ഔട്ട് ഓഫ് പ്ലാൻ ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി ഇങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, layout plan of a multi-room laboratory. The working area for different departments as well as sample reception should be conveniently arranged, making the necessary reagents and apparatus easily accessible. അപ്പോൾ നമ്മൾ സാമ്പിൾ പ്രോസസിംഗ് ഏരിയയുടെ ചുറ്റുമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരുന്നത്. അപ്പൊ സാമ്പിൾ പ്രോസസിംഗ് ഏരിയയുടെയും സാമ്പിൾ കണക്ഷൻ ഏരിയയുടെയും ചുറ്റുമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരുന്നത്. സോ അവർക്ക് റിയേജൻസ് എടുക്കാനും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനും കൺവീനിയന്റ് ആയിട്ട് പറ്റും, ഈസിലി അക്സസബിൾ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് റിപ്പോർട്ട് ഫോം? അതാരാണ് കൊടുക്കുക? റിക്വസ്റ്റ് ഫോം നമുക്ക് ഡോക്ടറാണ് തരിക. റിക്വസ്റ്റ് ഫോം നമുക്ക് ആരാ തരിക? ഡോക്ടറാണ് തരിക. ഓക്കെ, റിപ്പോർട്ട് ഫോം ലാബില് ആ ഒരു രക്തമാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിന്റെ റിക്വസ്റ്റ് ഫോം ഡോക്ടറാണ് തരിക. എന്നാൽ ടെസ്റ്റ് ചെയ്ത ശേഷം റിപ്പോർട്ട് ഫോം തയ്യാറാക്കുന്നത് ലബോറട്ടറിയിലത്തെ ടെക്നീഷ്യൻ ആണ്. ഇത് തയ്യാറാക്കിയിട്ട് വീണ്ടും മാർക്ക് കൊടുക്കും, ഡോക്ടർക്ക് കൺസൾട്ടേഷന് കൊടുക്കും. അപ്പൊ റിക്വസ്റ്റ് ഫോം ഈസ് എ ഫോം ഫോർ ലാബ് ടെസ്റ്റ് സൈൻഡ് ബൈ ദ ഡോക്ടർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എ റിക്വസ്റ്റ് ഫോം ഈസ് produced by a doctor. The request form may carry the patient's name. Request formula എന്തൊക്കെ ഉണ്ടായിരിക്കണം? Patient's name, age, IP or OP number, provisional diagnosis, nature of specimen, blood ആണെങ്കിൽ ബ്ലഡ്, കഫ് ആണെങ്കിൽ കഫം, അങ്ങനെ നെയിം ഓഫ് ദ ടെസ്റ്റ് റിക്വയർഡ് ഫോർ ദ സ്പെസിമെൻ, അതൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അത് നോട്ട് ചെയ്യണം. എന്തൊക്കെ വേണോ റിക്വസ്റ്റ് ഫോമില്? പേഷ്യന്റിന്റെ പേര്, വയസ്സ്, IP അല്ലെങ്കിൽ OP നമ്പർ, എന്തായിരുന്നു ഡയഗ്നോസിസ്, അസുഖം എന്താണ്, ഏത് സ്പെസിമെൻ ആണ് തന്നിരിക്കുന്നത്, നേച്ചർ ഓഫ് സ്പെസിമെൻ, നേച്ചർ ഓഫ് ടെസ്റ്റ് റിക്വയർഡ് ഒക്കെ വേണം. ഇനി റിപ്പോർട്ട് ഫോം എന്താണ്? റിപ്പോർട്ട് ഫോം ഈസ് ദ ഫോം in which the laboratory issues the results of the test asked for. റിപ്പോർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ റിസൾട്ട്, നമ്മൾ ആ സ്പെസിമെനെ ചെക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണത്. ഓക്കെ, വേരിയസ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഫോം ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ യൂസ്ഡ് റുട്ടീൻലി. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ റിപ്പോർട്ട് ഫോം ആണ് ഉണ്ടാവുക. അത് പ്രീ പ്രിന്റഡ് ആണ്. അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോംസ് ആർ കറന്റ്ലി യൂസ്ഡ്. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അച്ഛന്റെ അമ്മയുടെയൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തതും നമ്മൾ കാണാറുണ്ട് അല്ലെ, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വരുമ്പോൾ അതാണ് റിപ്പോർട്ട് ഫോം. ഇനി അടുത്തത് ലാബിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്. മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് അതെന്താണ്? ആ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലാബിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് എഴുതി വെക്കുന്ന രജിസ്റ്ററിനെയാണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയാം. അതിൽ രണ്ട് തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. കൺസ്യൂമബിൾസും ഉണ്ടാവും, നോൺ കൺസ്യൂമബിൾസും ഉണ്ടാവും. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൺസ്യൂമബിൾസ് എന്ന് പറയാം. ഇപ്പൊ ഒരു റിയേജന്റ്, ഇപ്പൊ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകും. അതുപോലെ ഗ്ലാസ് വെയേഴ്സ്, അത് പൊട്ടിപ്പോവാനും പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ കൺസ്യൂമബിൾസ് എന്ന് പറയും. നോൺ കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങി, ഒരു മെഷീൻ വാങ്ങി, അത് കുറച്ചു കാലത്തേക്കല്ല, ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ പറയാം, കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ നോൺ കൺസ്യൂമബിൾസ് എന്ന് പറയും, കഴിഞ്ഞു പോവാത്തത്. ഓക്കെ, അപ്പൊ കൺസ്യൂമബിൾസ് ആൻഡ് നോൺ കൺസ്യൂമബിൾസ്. എവറി ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് രജിസ്റ്റർ ആൻഡ് ഈച്ച് പർച്ചേസ് ഓഫ് കമോഡിറ്റീസ് ടു ദ ലബോറട്ടറി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. നമ്മൾ എന്ത് ലാബിലേക്ക് വാങ്ങിയാലും അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഫോർ കൺസ്യൂമബിൾസ് ആൻഡ് നോൺ കൺസ്യൂമബിൾ. കൺസ്യൂമബിൾസിനും നോൺ കൺസ്യൂമബിൾസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ആണ് വെക്കേണ്ടത്. സോറി. Reagents, chemicals, and glasswares are included in consumables. Instrument machineries used in laboratory and items which not be exhausted on usage are included in non-consumables. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
ഇനി വരുന്നതാണ് ഓർഡറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സപ്ലൈസ്. അത് പറഞ്ഞാൽ നമ്മളൊരു ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ റിയേജൻസ് കഴിഞ്ഞു പോകും. നമുക്ക് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഏതൊക്കെ റിയേജൻസ് തീർന്നു, അത് ഏതൊക്കെ ഇനി വാങ്ങി തിരിച്ചു വെക്കണം, റീപ്ലേസ് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഓർഡറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സപ്ലൈസിൽ ശ്രദ്ധിക്കേണ്ടത്, എ മെഡിക്കൽ ലബോറട്ടറി നീഡ്സ് ആൻ അൺഇന്ററപ്റ്റഡ് സപ്ലൈ ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ്. ഇപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റിന് വന്നു, അതിനുള്ള റിയേജൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒരു അൺഇന്ററപ്റ്റഡ് സപ്ലൈ ഓഫ് കെമിക്കൽസ് ഒരു ലബോറട്ടറി കൃത്യമായി ഫംഗ്ഷൻ ചെയ്യാൻ അത്യാവശ്യമാണ്. ഹെൻസ് പ്രോംപ്റ്റ് ഓർഡറിങ് ആൻഡ് പർച്ചേസിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഏതൊക്കെ കഴിഞ്ഞു, ഏതൊക്കെ ഇനി വാങ്ങിക്കണം, ഏത് ടൈമിലായി വാങ്ങിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ ദിസ് പർപ്പസ് എവറി laboratory personnel should know the details of the item to be purchased and details of various suppliers in that area and merit and demerits of each brand, shelf life period, etc. അപ്പൊ ഒരു ലബോറട്ടറി പേഴ്സണൽ എന്തൊക്കെ അറിയേണ്ടിയിരിക്കണം, ഓരോ സാധനങ്ങളും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്, ഈ സാധനങ്ങളൊക്കെ എവിടുന്ന് കിട്ടും, ഏതൊക്കെ സപ്ലയേഴ്സിന്റെ കയ്യിൽ അതൊക്കെ ഉള്ളത് ആ ഏരിയയില്. ഇനി അതിന്റെ ഓരോ ബ്രാൻഡിന്റെയും, പല ബ്രാൻഡിൽ നമുക്ക് ഒരേ കെമിക്കൽ കിട്ടും, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് എത്ര കാലം സൂക്ഷിച്ചു വെക്കാൻ, എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഓക്കെ. അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ലബോറട്ടറീസ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ലബോറട്ടറീസ്. അക്രഡിറ്റേഷൻ ഈസ് യൂസ്ഡ് ടു ഗ്രേഡ് ദ ലബോറട്ടറീസ് ഹാവിംഗ് ആൻ അപ്രോപ്രിയേറ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ക്യാൻ പ്രോപ്പർലി പെർഫോംസ് certain test methods and calibration parameters according to the scopes of accreditation. അപ്പൊ അക്രഡിറ്റേഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഒരു ലബോറട്ടറിയുടെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനാണ് നമ്മൾ അക്രഡിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കോളേജസിനൊക്കെ നാക് അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നാക്കിന്റെ ഗ്രേഡ് A+ ആണെങ്കിൽ ആ ക്വാളിറ്റിയിൽ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്, അത് അടിപൊളി കോളേജ് ആണെന്ന് നമ്മൾ പറയാം. അതുപോലെ ഒരു ലബോറട്ടറിക്ക് അക്രഡിറ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഈ അക്രഡിറ്റേഷൻ ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണ്, NABL, ISO, CAP, CRISIL, എക്സെട്ര ഏജൻസീസ് ആണ്. ആ ഏജൻസീസിന്റെ പേരും കൂടി നമ്മൾ അവിടെ പഠിച്ച് വെക്കണം. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ താങ്ക് യു.